നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം നഗരസഭ ഗ്യാസ് ക്രിമിറ്റോറിയം അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ് ചൊവ്വാഴ്ച മുതൽ തുറന്നു നൽകുമെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ. അടിയന്തരമായി പുതിയ പുകക്കുഴൽ സ്ഥാപിക്കുകയും അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തതായി സീതാ രവീന്ദ്രൻ. പുന്നയൂരിൽ ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം വീണ്ടും നടത്തുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയെന്ന് UDF. വിനോദയാത്രയ്ക്ക് പോയ മദ്രസ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് ഡിവൈഡറിൽ ഇടിച്ച് അപകടം. ഒരു വിദ്യാർത്ഥിനി മരിച്ചു, ഒരാൾക്ക് ഗുരുതര പരിക്ക്. കൊണ്ടോട്ടി സ്വദേശിനി 17 വയസ്സുള്ള ഫാത്തിമ ഹിബയാണ് മരിച്ചത്. പൊതുയിടങ്ങളിലെ ചർച്ചകളില്ലാതായതോടെ മതനിരപേക്ഷതയ്ക്ക് കോട്ടം സംഭവിച്ചുവെന്ന് മുരളി പെരുന്നെല്ലി MLA. ചൂണ്ടൽ പഞ്ചായത്തിലെ 3-ാം വാർഡ് പാറന്നൂരിൽ നടന്ന ഗ്രാമോത്സവത്തിന്റെ സമാപന ചടങ്ങ് MLA ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി വികസന പ്രവർത്തനങ്ങളിൽ പ്രതിപക്ഷ വാർഡുകളെ അവഗണിക്കുകയാണെന്ന ആരോപണം. BJP ജനപ്രതിനിധികൾ കുത്തിയിരിപ്പ് സമരം നടത്തി പ്രതിഷേധിച്ചു. പുന്നേർകുളം അണ്ടത്തോട് പെരിയമ്പലം 310 റോഡിൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. DYFI പുന്നേർകുളം വെസ്റ്റ് മേഖലാ സെക്രട്ടറി തെക്കൂട്ട് അൻസാറിന്റെ ഓട്ടോറിക്ഷ അടിച്ചു തകർത്തു. മേഖലയിൽ വ്യാപക നാശനഷ്ടങ്ങൾ. വെളിയങ്കോട് പൂക്കൈതക്കടവിൽ പ്രവർത്തിച്ചിരുന്ന ചേരിക്കൽ ബാലന്റെ ചായക്കട കത്തിനശിച്ച നിലയിൽ. ആർത്താറ്റ് വീട്ടമ്മ കൊല്ലപ്പെട്ട നിലയിൽ. ആർത്താറ്റ് കിഴക്കുമുറി നാടൻചേരി വീട്ടിൽ മണികണ്ഠന്റെ ഭാര്യ സിന്ധുവാണ് കൊല്ലപ്പെട്ടത്. കൂടുതൽ വിശദാംശങ്ങളുമായി ടോണി ചേരുന്നു. ടോണി, ഇത് എപ്പോഴായിരുന്നു സംഭവം? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? രമ്യ, ആർത്താറ്റ് കിഴക്കുമുറി നാടഞ്ചേരി വീട്ടിൽ മണികണ്ഠന്റെ ഭാര്യ സിന്ധുവാണ് കൊല്ലപ്പെട്ടത്. 50 വയസ്സുണ്ടായിരുന്നു. ഇന്ന് വൈകിട്ട് 7 മണിയോട് കൂടിയാണ് നാടിന് നടുക്കിയ കൊലപാതകം ഉണ്ടായത്. സിന്ധുവിന്റെ ഭർത്താവ് മണികണ്ഠൻ വീട്ടു സാധനങ്ങൾ വാങ്ങാൻ പുറത്തുപോയ സമയത്താണ് കൊലപാതകം നടന്നത്. വീട്ടിൽ മറ്റാരും ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല. വീടിനോട് ചേർന്ന് ധാന്യങ്ങൾ പൊടിക്കുന്ന മില്ല് നടത്തുകയായിരുന്നു ഇവർ. അതേസമയം സന്ധ്യയോടെ തന്നെ ഇവരുടെ വീടിനടുത്ത് ഒരു മാസ്ക് വെച്ച യുവാവിനെ കണ്ടവരുണ്ടായിരുന്നു. ഈ വിശദാംശങ്ങൾ കേന്ദ്രീകരിച്ച് നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റും ഈ വിവരം പാഞ്ഞതോടുകൂടി ഏകദേശം രാത്രി 9:30 തന്നെ പ്രതിയെ അതിസാഹസികമായി നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പിടികൂടി. ആനായ്ക്കൽ ചീരംകുളം ക്ഷേത്രത്തിന് മുൻപിൽ വെച്ചാണ് നാട്ടുകാർ പിടികൂടിയത്. പിന്നീട് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. പിടികൂടുന്ന സമയത്ത് ഇയാളിൽ നിന്ന് സ്വർണത്തിന്റെ മാലയും വളയും ഉൾപ്പെടെ സിന്ധുവിന്റെ മുടിയോടുകൂടി തന്നെ നാട്ടുകാർ ചേർന്ന് പിടികൂടി. ഒപ്പം തന്നെ പോലീസ് വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് അതിവേഗം സ്ഥലത്ത് കുതിച്ചെത്തി പ്രതിയെ പിടികൂടി. പ്രതി കൃത്യം നടത്തിയതാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. മറ്റു വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. കഴുത്തിന് ഏറ്റ ആഴത്തിലുള്ള വെട്ടാണ് മരണത്തിന് കാരണമായത്. ഇവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി ആദ്യമായി തന്നെ മനസ്സിലായിരുന്നു. ആദർശ്, ആര്യശ്രീ എന്നിവർ ഇവരുടെ മക്കളാണ്. കുന്നംകുളം SHO UK ഷാജഹാൻ വൻ പോലീസ് സംഘമാണ് സ്ഥലത്തുണ്ടായിരുന്നത്. എന്തായാലും നാട്ടുകാരുടെ ജാഗ്രതയിലാണ് പ്രതി പിടിയിലായത്. മുതുവറ സ്വദേശിയായ കണ്ണനാണ് പ്രതി. ഇവർ സിന്ധുവിന്റെ ബന്ധു കൂടിയാണ്. സിന്ധു മുതുവറ സ്വദേശിയാണ്. മോഷണത്തിനിടെ തന്നെയാണ് കൊലപാതകം എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. മറ്റ് കാര്യങ്ങൾ, കൊലപാതകത്തിന് അയാൾ എത്തിച്ചേർന്ന വിവരം, അതിന്റെ പിന്നിൽ മറ്റ് ക്രമീകരണങ്ങൾ, ഇയാൾ രക്ഷപ്പെട്ടത്, ഇത്തരം കാര്യങ്ങൾ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും ചീരംകുളം ക്ഷേത്രത്തിന്റെ സമീപത്ത് വെച്ചാണ് യുവാക്കൾ ഇയാളെ തടയുകയും ഇയാളെ പിടികൂടുകയും ചെയ്തത്. കറുത്ത ടീഷർട്ടായിരുന്നു ഇയാളുടെ വേഷമെന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതിലൂന്നിയാണ് നാട്ടുകാർ ചേർന്ന് വ്യാപകമായി തെരച്ചിൽ നടത്തിയത്. എന്തായാലും കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ പിടികൂടാൻ സാധിച്ചിരിക്കുന്നു. രമ്യ, കൊലപാതകത്തിന് കാരണം മോഷണം എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രമ്യ, കേട്ടുള്ളൂ. അപ്പൊ അച്ഛന് ഞങ്ങൾ അനിയത്തി പറയേ. അപ്പൊ അവര് പറഞ്ഞു, അല്ല ഞാൻ സിന്ധു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചപ്പത്തേക്ക് നീങ്ങി വിളിച്ചു. അപ്പൊ ഇയാള് ജസ്റ്റ് വന്നിട്ട് ഈ വാതിൽ ഇങ്ങനെ ലോക്ക് തുറന്നിട്ട് ഇങ്ങനെ എത്തിച്ചു, സിന്ധു ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ആള് ഒരാകത്തൊരാള് ഞങ്ങൾ വരുമ്പോ ഒരാളുണ്ട്, അയാളെ പറഞ്ഞത് സിന്ധു ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങൾ എന്റെ ഹസ്ബൻഡ് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് വന്നു. പ്രേമിന്റെ. അപ്പൊ അയാള് അതും പറയലും വാതിലടച്ചു. അപ്പൊ ഇവരുടെ ബന്ധുക്കൾ ആരെങ്കിലും ആവുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയി.
ആ പടിക്ക് എത്തിപ്പുണ്ട് മണികണ്ഠൻ വരുന്നു. അപ്പം മണിയോട് ഞാൻ പറഞ്ഞു ഒരാൾ വീട്ടിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. മണി പറഞ്ഞു സിന്ധു ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മണിയോട് ഒരാൾ വീട്ടിൽ. അപ്പം മണി പറഞ്ഞു പെങ്ങളുടെ മകനാവും പറഞ്ഞു. ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് ചെറുപ്പ അധികം പ്രായമൊന്നും ആയിട്ടില്ല. 35 ഡ്രസ്സ് പാൻറ്റാണ് കറുത്ത ബനിയൻ ഇട്ടിരിക്കുന്നത്. താടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ ആയിട്ട് ഒരു നോട്ടം കണ്ടില്ല. അതിലപ്പം തന്നെ വാതിലടക്കുകയും ചെയ്തു, അധികം പോവുകയും ചെയ്തു. അപ്പം ഞങ്ങൾ വീട്ടിൽ പോയി വല്ലോ ബന്ധുക്കൾ വന്നതാവും വിചാരിച്ചു. ചാടി ഇറങ്ങ് ഓട് പിടി. മലയാളിയാണോ? എവിടെയാ വീട്? ഇവിടെ ആരോ നിന്റെ ബന്ധുവല്ലാണോ? ചേച്ചിയുടെ കയ്യിലെന്തുണ്ട്? എപ്പം വെള്ളം ഉണ്ടോ നോക്കിയാ വണ്ടി കയറ്റി വള കിട്ടിയിട്ടുണ്ട്. അല്ല എന്താ പേര്? പട്ടുകുളങ്ങര. വീട് ബുദ്ധൂരോടെയാ? പട്ടുകുളങ്ങര. മൂത്തുപറയാണ് പേര്. ഞാനാണ് കൊണ്ടുപോകും. വിവരങ്ങൾ നൽകിയത് ടോണി. കുന്നംകുളം നഗരസഭ ഗ്യാസ് ക്രിമിറ്റോറിയം അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ് ചൊവ്വാഴ്ച മുതൽ തുറന്നു നൽകുമെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ക്രിമിറ്റോറിയം പ്രവർത്തിച്ചിരുന്നില്ല. ജൂലൈയിൽ ഉണ്ടായ കനത്ത മഴയിലും കാറ്റിലും ക്രിമിറ്റോറിയത്തിന്റെ പുകക്കുഴൽ പൊട്ടിവീണതിനെ തുടർന്നാണ് ഇവിടത്തെ പ്രവർത്തനം താൽക്കാലികമായി തടസ്സപ്പെട്ടത്. ഇതേ തുടർന്ന് അടിയന്തരമായി പുതിയ പുകക്കുഴൽ സ്ഥാപിക്കുകയും അറ്റകുറ്റപ്പണികൾ നടത്തുകയുമാണ് ചെയ്തത്. നഗരസഭാ ആരോഗ്യ വിഭാഗം ക്രിമിറ്റോറിയത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തിയെന്ന് അറിയിച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ച മുതൽ ക്രിമിറ്റോറിയം പ്രവർത്തിക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. 2014 നിർമ്മാണോദ്ഘാടനം നടന്ന പുന്നയൂരിലെ ആധുനിക വാതക ശ്മശാനത്തിന്റെ നിർമ്മാണം നടത്തുന്നതിനു പകരം വീണ്ടും നിർമ്മാണോദ്ഘാടനം നടത്തുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണെന്ന് UDF. പഞ്ചായത്തിലെ പ്രതിപക്ഷ UDF അംഗങ്ങൾ വാർത്താസമ്മേളനത്തിലാണ് ആരോപണം ഉന്നയിച്ചത്. നിർമ്മാണത്തിനെതിരല്ലെന്നും വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്നുമാണ് UDFന്റെ ആവശ്യമെന്നും ഇവർ പറഞ്ഞു. എന്നാൽ ഒരിക്കൽ നിർമ്മാണോദ്ഘാടനം നടത്തിയത് ആവർത്തിക്കുന്നതിനാൽ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കും. ക്രിമിറ്റോറിയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് കമ്മിറ്റി, മരണാനന്തര കമ്മിറ്റി എന്നിവയിലെല്ലാം പ്രതിപക്ഷ മെമ്പർമാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് വാതക ശ്മശാനം നടപ്പിൽ വരുത്തണമെന്നാണ് UDF ആവശ്യപ്പെട്ടിരുന്നത്. വർഗീയ വികാരം ഇളക്കിവിട്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യുവാനുള്ള ശ്രമങ്ങൾ ഭരണപക്ഷം തന്നെ നടത്തുന്നുണ്ട്. ഈ രീതിയിൽ നടത്തിയ പ്രസ്താവനയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മാപ്പ് പറയണമെന്ന് UDF മെമ്പർമാർ ആവശ്യപ്പെട്ടു. അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് എന്താ വെച്ചാൽ, കുന്നൂർ പഞ്ചായത്തിലെ 60% വരുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട മതക്കാരെ വ്രണപ്പെടുത്തിക്കൊണ്ട് UDF മെമ്പർമാർ ഇതിന് പ്രതികൂലമായി പെരുമാറി എന്ന് പറയുന്നത് അതൊരു വർഗീയ ചുഴ ഉണ്ടാക്കുന്ന ഒരു വാക്കാണ്. അത് പഞ്ചായത്ത് പ്രസിഡന്റ് പിൻവലിക്കണമെന്ന് ഞങ്ങൾ വളരെ ശക്തമായി കഴിഞ്ഞ യോഗങ്ങളിലും ഇപ്പോഴും ഞങ്ങൾ പറയുകയാണ്. 2014 ഉദ്ഘാടനത്തിന് ശേഷം നിർമ്മാണം നടത്തുന്നതിന് നിയമപരമായുള്ള ചില ന്യൂനതകൾ ചിലർ വകുപ്പ് മേധാവികളുമായി പങ്കുവച്ച് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. പ്രദേശവാസികളെ പദ്ധതിക്കെതിരാക്കി LDF പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നാൽ പദ്ധതി ഇവിടെ നിന്നും ഉപേക്ഷിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകിയിരുന്നുവെന്നും ഇതിന്റെ ഭാഗമായാണ് പഞ്ചവടിയിൽ പദ്ധതി നടത്തുന്നതിനായി 1 കോടി ഫണ്ട് വകയിരുത്തിയതെന്നും ശക്തമായ പ്രതിഷേധം നേരിട്ടപ്പോൾ പുന്നയൂരിലേക്ക് പദ്ധതി കൊണ്ടുവന്നുവെന്നും ഇവർ കുറ്റപ്പെടുത്തി.
ആ സറണ്ടർ കച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ തൃശ്ശൂർ ജില്ലാ കലക്ടറെ കണ്ട് അതിനെ ആധാരമാക്കിയത്. അവിടുന്ന് ഇങ്ങോട്ട് അതിൻ്റെ പുരോഗമനത്തിന് വേണ്ടിയുള്ള നടത്തിപ്പുമായി മുന്നോട്ട് പോകുമ്പോൾ ഓരോ അവസരത്തിലും അതിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചത് ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി അവിടെ ചില ആൾക്കാരെ സംഘടിപ്പിച്ച് ആ പ്രദേശത്തുള്ള ഒരു വിഭാഗത്തിനെ സംഘടിപ്പിച്ച് ഇവിടെ സെമിറ്റോറിയം വരുന്നത് നിങ്ങൾ എതിർക്കണം, നമുക്ക് പഞ്ചവഴിയിൽ ഇത് നമുക്ക് കൊണ്ടുപോകാം, അവിടെ നമ്മളെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇതിവിടെ നടപ്പിലാക്കില്ല, അതുകൊണ്ട് അവിടെ നമ്മൾ നടപ്പിലാക്കുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ശക്തമായി എതിർക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിഭാഗം അവിടെ ഇതിനെതിരായിട്ട് നിന്നത്. വിഷയത്തിൽ LDF രാഷ്ട്രീയ മുതലെടുപ്പ് മാറ്റിവെച്ച് വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നും പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും UDF അംഗങ്ങളായ MB ഹൈദരാലി, C അഷ്റഫ്, അസീസ് മന്നലാംകുന്ന് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CCTV ന്യൂസ്, പുന്നേർകുളം. വിനോദയാത്രയ്ക്ക് പോയ മദ്രസ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് ഡിവൈഡറിൽ ഇടിച്ച അപകടം. ഒരു വിദ്യാർത്ഥിനി മരിച്ചു, ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. വെളിയങ്കോട് മദ്രസയിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ടൂറിസ്റ്റ് ബസ് ഡിവൈഡറിൽ ഇടിച്ചായിരുന്നു അപകടം. കൊണ്ടോട്ടി സ്വദേശി കർലിക്കാടൻ മുജീബ് മകൾ 17 വയസ്സുള്ള ഫാത്തിമ ഹിബയാണ് മരിച്ചത്. പൊന്നാനി ചാവക്കാട് ദേശീയപാതയിൽ വെളിയങ്കോട് ബീവിപ്പടി പാലത്തിന് മുകളിൽ തിങ്കളാഴ്ച പുലർച്ചെ 3:45 അപകടം. കൊണ്ടോട്ടി പള്ളിമുക്ക് ഹയാത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയിൽ നിന്നും വാഗമണ്ണിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിന്റെ അരികിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വൈകിട്ടോടെ ഖബറടക്കം നടത്തി. ഗുരുതര പരിക്കേറ്റ കൊണ്ടോട്ടി സ്വദേശിനി കക്കാട്ടിയിൽ വീട്ടിൽ സിദ്ദിഖ് മകൾ 12 വയസ്സുള്ള ഫിദ ഹന്നയെ കോട്ടയ്ക്കൽ ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. പൊതുയിടങ്ങളിലെ ചർച്ചകളില്ലാതായതോടെ മതനിരപേക്ഷതയ്ക്ക് കോട്ടം സംഭവിച്ചുവെന്ന് മുരളി പെരുന്നലി MLA. ചൂണ്ടൽ പഞ്ചായത്തിലെ 3-ാം വാർഡ് പാറന്നൂരിൽ ഗ്രാമോത്സവത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആധാരശിലയാണ് മതേതരത്വം. നാട്ടിലെ കൂട്ടായ്മകളും ഒത്തുചേരലുകളും ഇല്ലാതായതോടെ ജാതിയും മതവും തലപൊക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ഇന്ത്യയിൽ പലയിടത്തും ജാതീയതയും വർഗീയതയും നടമാടുമ്പോൾ സമാധാനത്തിന്റെ പച്ചത്തുരുത്തായി കേരളം നിലകൊള്ളുകയാണ്. അതിന് കേരളത്തെ പ്രാപ്തമാക്കിയത് 57-ലെ EMS സർക്കാർ തുടങ്ങിവെച്ച നയങ്ങളാണെന്നും പെരുന്നല്ലി കൂട്ടിച്ചേർത്തു. ഉണ്ടാക്കുന്നൊരു നേട്ടം എന്ന് വെച്ചാൽ നമ്മുടെ നാടിൻ്റെ അടിസ്ഥാന ശില അത് ശക്തിപ്പെടുത്തുകയാണ്. ഇന്ത്യ നാടിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്? നമ്മുടെ ഭരണഘടന അടിസ്ഥാന ശില എന്താണ്? അത് മതേതരത്വമാണ്, മതനിരപേക്ഷതയാണ്. ആ മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തുകയാണ് ഇത്തരം പൊതുയിടങ്ങൾ ചെയ്തിരുന്നത്. ആ പൊതുയിടങ്ങൾ കുറഞ്ഞു വന്നപ്പോഴുകൂടി നിന്നുണ്ടായി നമ്മുടെ മതേതരത്വം അപകടത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്ത്യയുടെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി കേരളം പല മേഖലകളിലും ലോകത്തിനും ഇന്ത്യക്കും മാതൃകയായി മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അത് വെറുതെ ഉണ്ടായതല്ല. 57 ഗവൺമെൻറ്റാണ് അതിന് അടിത്തറ പാകിയത്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു വാഴ വെച്ചാൽ ആ വാഴയിൽ കൊല പിടിഞ്ഞാൽ ആ കൊല വെട്ടാനുള്ള അവകാശം നമുക്കുണ്ട്. പാറന്നൂർ സെന്റ് തോമസ് UP സ്കൂളിൽ നടന്ന ഗ്രാമോത്സവം സമാപന ചടങ്ങിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ മുഖ്യപ്രഭാഷണം നടത്തി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് ബിനു, പഞ്ചായത്ത് അംഗം ആൻഡോ പോൾ, കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജയകൃഷ്ണൻ ആലത്തിയൂർ, ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗങ്ങളായ MB പ്രവീൺ, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, PK വത്സൻ, വാർഡ് വികസന സമിതി അംഗം PK രതീഷ് എന്നിവർ സംസാരിച്ചു. പാറന്നൂരിൽ മലയാള സിനിമ അഭിനയ രംഗത്തേക്ക് കടന്നുവന്ന നിബിൻ പരമേശ്വരൻ, റിയാലിറ്റി ഷോകളിൽ ഉൾപ്പെടെ മികവ് തെളിയിച്ച പാറന്നൂരിന്റെ വാനമ്പാടി ഷേർലി സണ്ണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സമാപന ചടങ്ങിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണവും നടന്നു. ഡിസംബർ 22 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിലായാണ് ഗ്രാമോത്സവം സംഘടിപ്പിച്ചത്. പാറന്നൂർ ചിറ പരിസരം സെന്റ് തോമസ് UP സ്കൂൾ, പാറന്നൂർ സെന്റ് ജോസഫ് പള്ളി എന്നിവിടങ്ങളിലെ വേദികളിലായി ഫൈസ് ഫുട്ബോൾ മത്സരം, ഷൂട്ടൌട്ട് മത്സരം, ചിത്രരചന, മെഹന്തി, തലയിണയടി, ഷട്ടിൽ ടൂർണമെന്റ്, വടംവലി, കാർഷിക മത്സരങ്ങൾ എന്നിവ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. അക്കിക്കാവിൽ കാറുകൾ കൂട്ടിയിടിച്ച അപകടം, 4 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ഓടിക്കൂടിയ നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും ചേർന്ന് പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്കിക്കാവ് തറയിൽ വീട്ടിൽ ഷെരീഫ്, കരിക്കാട് നെന്നംപുള്ളി വീട്ടിൽ മുസ്തഫ, അക്കിക്കാവ് നെന്നംപുള്ളി വീട്ടിൽ മുഹമ്മദ് ഷാഫി, മുഹമ്മദ് സുഹൈൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല.
അക്കിക്കാവ് തിപ്പിലശ്ശേരി റോഡിൽ ഉച്ചതിരിഞ്ഞ് 3:30ഓടെയായിരുന്നു അപകടം. പെരുമ്പിലാവ് ഭാഗത്തേക്ക് വന്നിരുന്ന കാറും തിപ്പിലശ്ശേരി ഭാഗത്തേക്ക് പോയിരുന്ന കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. ഇരുവാഹനങ്ങളുടെയും മുൻവശം പൂർണ്ണമായി തകർന്നു. ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ക്രെയിൻ ഉപയോഗിച്ചാണ് വാഹനങ്ങൾ റോഡിൽ നിന്നും മാറ്റിയത്. സ്ഥലത്തെത്തിയ കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി വികസന പ്രവർത്തനങ്ങളിൽ പ്രതിപക്ഷ വാർഡുകളെ അവഗണിക്കുകയാണെന്ന് ആരോപിച്ച് ബിജെപി അംഗങ്ങൾ പ്രതിഷേധിച്ചു. പ്രസിഡന്റ് നീതി പാലിക്കുക, പ്രസിഡന്റ് നീതി പാലിക്കുക. പദ്ധതികൾ എല്ലാ വാർഡിലേക്കും കൊടുക്കുക, പദ്ധതികൾ എല്ലാ വാർഡിലേക്കും കൊടുക്കുക. തൊഴിലുറപ്പ് പദ്ധതിയിലെ രാഷ്ട്രീയം അവസാനിപ്പിക്കുക. മെമ്പർമാരായ എം വി ധനീഷ്, അഭിലാഷ് കടങ്ങോട് എന്നിവർ പ്രസിഡന്റിന്റെ ഓഫീസിനു മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയാണ് പ്രതിഷേധിച്ചത്. കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകി നടപ്പിലാക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ പട്ടികജാതി സംവരണ വാർഡായ 8ാം വാർഡിലേക്ക് 3 ലക്ഷം രൂപ മാത്രമാണ് അനുവദിച്ചതെന്നും ഭരണപക്ഷ മെമ്പർമാരുടെ വാർഡുകളിലേക്ക് 32 ലക്ഷം രൂപ വരെ നൽകിയെന്നും ബിജെപി അംഗങ്ങൾ ആരോപിച്ചു. വികസന കാര്യങ്ങൾ പട്ടികജാതി സംവരണ വാർഡിനെ പൂർണ്ണമായും അവഗണിക്കുകയാണെന്നും തൊഴിലുറപ്പ് പദ്ധതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റും ഉദ്യോഗസ്ഥരും വ്യാപകമായി കൃത്രിമവും ക്രമക്കേടും നടത്തുന്നുണ്ടെന്നും ഇവർ കുറ്റപ്പെടുത്തി. പല ന്യായീകരണങ്ങൾ, അതുപോലെ തന്നെ തെറ്റായ രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുക എന്നല്ലാതെ അവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ റോഡ് പണിയാനോ അതല്ലെങ്കിൽ അവർക്ക് വേണ്ട ആ പ്രദേശത്തെ കുളങ്ങൾ നവീകരിക്കാനോ കേന്ദ്ര സർക്കാർ ഒട്ടനവധി കോടിക്കണക്കിന് രൂപ നൽകിയിട്ട് പോലും പല വാർഡുകളിലും പൊതുകുളങ്ങൾ നശിച്ചു കിടക്കുക. പൊതുകുളങ്ങളിൽ ആളുകൾക്ക് ഒന്ന് പോയി കുളിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇവർക്ക് അറിയാത്ത കുറവൊന്നല്ല, അല്ലെങ്കിൽ അത് മനസ്സിലാവാത്ത കാര്യമൊന്നുമല്ല. കേന്ദ്ര പദ്ധതികളെ അവഗണിക്കുക, അതിനപ്പുറത്ത് പ്രതിപക്ഷ മെമ്പർമാർക്ക് അത്തരം പദ്ധതികൾ കൊടുക്കാതിരിക്കുക. ഏറ്റവും കൂടുതൽ അഴിമതികളും അതുപോലെ തന്നെ കുറെ കൃത്രിമത്വങ്ങളും നിറഞ്ഞിട്ടുള്ള സംവിധാനമാണ് കടങ്ങോട് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് സംവിധാനം. ഇതെല്ലാം നമ്മൾ പുറത്തു കൊണ്ടുവരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ പ്രതിപക്ഷ വാർഡുകളോടുള്ള അവഗണന BJP കൃത്യമായിട്ട് ചോദ്യം ചെയ്യും. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെ വഞ്ചിക്കുന്ന CPIM ഭരണസമിതിയുടെയും പ്രസിഡന്റിന്റെയും നയത്തിനെതിരെ ജനകീയ പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്നും BJP മെമ്പർമാർ അറിയിച്ചു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കടങ്ങോട് പഞ്ചായത്തിൽ BJP മെമ്പർമാർ നടത്തിയ പ്രതിഷേധ സമരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ പറഞ്ഞു. കഴിഞ്ഞ 4 വർഷക്കാലം ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ ഗ്രാമസഭകളിൽ നേരിട്ട് വാങ്ങിക്കൊണ്ടാണ് ഓരോ പദ്ധതികളും തയ്യാറാക്കിയിരുന്നത്. ഇതിനെല്ലാം ആവശ്യമായ ഫണ്ട് പദ്ധതികളിൽ ഉൾപ്പെടുത്താറുണ്ട്. പദ്ധതികൾ എല്ലാ വാർഡുകളിലേക്കും ഒരുപോലെയാണ് നൽകാറുള്ളതെന്നും വാർത്താ അടിസ്ഥാനരഹിതമാണെന്നും ഭരണകക്ഷി മെമ്പർമാർ പറഞ്ഞു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിനകത്ത് 18 വാർഡുകളിലായി കഴിഞ്ഞ 4 വർഷക്കാലം ഭരണപ്രതിപക്ഷ ഭേദമന്യേ എല്ലാ വാർഡുകൾക്കും ജനങ്ങളുടെ നിർദ്ദേശം, ഗ്രാമസഭകളിലെ നിർദ്ദേശങ്ങൾ വാങ്ങിക്കൊണ്ടാണ് ഓരോ പദ്ധതികളും തയ്യാറാക്കുന്നത്. ആ പദ്ധതിയുടെ ഭാഗമായി എല്ലാ വാർഡുകളിലേക്കും ആവശ്യമായ ഫണ്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. നിലവിൽ ഇപ്പോൾ പറയുന്ന 8ാം വാർഡ് മെമ്പറുടെ വാർഡിൽ 35 ലക്ഷത്തിൻ്റെ ഉള്ളിൽ വരുന്ന കുടിവെള്ള പദ്ധതിക്കാണ് പഞ്ചായത്ത് ഫണ്ട്, വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ 4ാം വാർഡിലായാലും മറ്റ് പ്രതിപക്ഷ വാർഡുകളിലെല്ലാം തന്നെ ഒരേ അളവിലുള്ള ഫണ്ടുകൾ തന്നെയാണ് പദ്ധതികൾ തയ്യാറാക്കി കൊടുക്കാറും പണിയാറുള്ളത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടുള്ള സമരം. അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് പറയാനുള്ളത്. കടവല്ലൂർ പഞ്ചായത്തിലെ കോട്ടോൽ കുന്നിൽ നിന്നും ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മണ്ണെടുക്കാനെത്തിയ ടോറസ് ലോറി ഞായറാഴ്ച രാത്രി 10 മണിയോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു. അമിതഭാരം കയറ്റിപ്പോകുന്നു എന്ന് ആരോപിച്ചാണ് വാഹനം തടഞ്ഞത്. തുടർന്ന് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി വാഹനം കസ്റ്റഡിയിലെടുത്തു. ഇത്തരത്തിൽ രാത്രികാലങ്ങളിൽ പോകുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി അധികൃതർ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം തുടങ്ങുമെന്ന് നാട്ടുകാർ പറഞ്ഞു. പുന്നേർകുളം അണ്ടത്തോട് പെരിയമ്പലം 310 റോഡിൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. ഡിവൈഎഫ്ഐ പുന്നേർകുളം വെസ്റ്റ് മേഖലാ സെക്രട്ടറി തെക്കൂട്ട് അൻസാറിന്റെ ഓട്ടോറിക്ഷ അടിച്ചു തകർത്തു. മേഖലയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് സാമൂഹ്യവിരുദ്ധർ വരുത്തിയത്. ഓട്ടോ ടാക്സിയുടെ മുൻവശത്തെ ചില്ലുകളാണ് അടിച്ചു തകർത്തത്. വാഹനത്തിന്റെ ഇരുഭാഗത്തെയും റെക്സിൽ കർട്ടനുകളും നശിപ്പിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. അൻസാറിന്റെ വീട്ടിലേക്ക് വാഹന സൗകര്യം എത്തിപ്പെടാൻ കഴിയാത്തതിനാൽ റോഡരികിലുള്ള സുഹൃത്ത് പൊറ്റയിൽ പ്രദീപിന്റെ വീടിനോട് ചേർന്ന ടാർപോളിൻ ഷീറ്റ് കെട്ടി അവിടെയാണ് വാഹനം നിർത്തിയിടാറുള്ളത്. പ്രദീപിന്റെ ഭാര്യയും 2 കുട്ടികളും മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. ഇവരുടെ വീടിന് സമീപമിട്ടിരുന്ന ഇരിപ്പിടങ്ങളും ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് ഒരുക്കിയിരുന്ന അലങ്കാര ബൾബുകളും സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചിട്ടുണ്ട്. കറുത്തെടുത്ത മോഹനന്റെ പറമ്പിലായിരുന്നു ഉടമയുടെ സമ്മതത്തോടുകൂടി സുഹൃത്തുക്കൾ ചേർന്ന് ഇരിപ്പിടവും അലങ്കാരങ്ങളും ഒരുക്കിയിരുന്നത്. ചെങ്കല്ല് ഉപയോഗിച്ച് ഇടിച്ചാണ് ഓട്ടോറിക്ഷയുടെ ഗ്ലാസ് അടിച്ച് തകർത്തിട്ടുള്ളത്. ഇതേ റോഡിലെ സുനാമി കോളനിയിലേക്ക് തിരിയുന്ന സ്ഥലത്ത് അബ്ദുള്ളയുടെ പറമ്പിലെ മോട്ടോർ ഷെഡ് നശിപ്പിച്ച് പമ്പ് സെറ്റ് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്.
കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളികൾ ഉപകരണങ്ങൾ ഉണക്കാൻ ഉപയോഗിച്ചിരുന്ന കയറുകളും ഇരിപ്പിടങ്ങളും നശിപ്പിച്ചു. വടക്കേക്കാട് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും തനിക്കുണ്ടായ നഷ്ടം അവരിൽ നിന്ന് ഈടാക്കിത്തരണമെന്നുമാണ് അൻസറിന്റെ ആവശ്യം. CCTV ന്യൂസ്, പുന്നേർകുളം. വെളിയങ്കോട് പൂക്കൈത കടവിൽ പ്രവർത്തിച്ചിരുന്ന ചേരിക്കൽ ബാലന്റെ ചായക്കട കത്തിനശിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. രാവിലെ കട തുറക്കാൻ വന്നപ്പോഴാണ് ബാലൻ വിവരം അറിയുന്നത്. തുടർന്ന് അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചുവെങ്കിലും ഇവർ എത്തും മുമ്പ് പൂർണ്ണമായി കത്തിയമർന്നു. കടയ്ക്കുള്ളുണ്ടായിരുന്ന പാചകവാതക സിലിണ്ടറുകളിലേക്ക് തീ പിടിക്കാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. ഓലയും ടാർപോളിൻ ഷീറ്റും കൊണ്ട് നിർമ്മിച്ച ചായക്കട പൂർണ്ണമായി കത്തിയമർന്നു. 25 വർഷമായി വെളിയങ്കോട് പൂക്കൈത കടവിൽ ചായക്കച്ചവടം നടത്തിവരികയാണ് ബാലൻ. എന്നാൽ ഈയിടെയായി 3 തവണ ചായക്കട സാമൂഹ്യദ്രോഹികൾ അഗ്നിക്ക് ഇരയാക്കാനുള്ള ശ്രമം നടത്തി. ആകെയുള്ള ഉപജീവനമാർഗം തകർന്നതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചിരിക്കുകയാണ് ബാലൻ. 1 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പൊന്നാനി പോലീസിൽ പരാതി നൽകി. 25 വർഷത്തോളമായി ഞാനിവിടെ കട നടത്തി കൊടുത്തിട്ട്. ഞാനും കുട്ടികളും കാലത്ത് ഞാനും എൻ്റെ ഭാര്യയും കൂടെ കട തുറക്കാൻ വേണ്ടി വന്നിരുന്നതാണ്. ആ ടൈമിലാണ് ഇത് കത്തിക്കെടുക്കുന്നത്, നന്നായിട്ട് തീ പടർന്ന് കത്തുന്നത് കണ്ടത്. ആ ടൈമിൽ ആൾക്കാരൊക്കെ കൂടി വെള്ളമൊക്കെ തെളിച്ച് അങ്ങനെ വന്നിട്ട് ഒരാളിങ്ങനെ ഓടിപ്പോണത് കണ്ട്. യാതൊരു മാർഗവുമില്ല. ഇത് ആൾക്കാർ കല്ലിക്കുട്ടി ചെയ്യുന്നൊരു സംഭവങ്ങളാണ് ഈ കാണുന്നത്. അല്ലാതെ പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ടൊന്നും ചെയ്യണമല്ല. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ദിവ്യജ്യോതി പ്രയാണത്തിന് ചാവക്കാട് വിശ്വനാഥ ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. പ്രയാണ രഥത്തിലെ ഗുരുദേവ പ്രതിമയിൽ ക്ഷേത്രം പ്രസിഡന്റ് കുറ്റിയിൽ വൃതാൻ, സുമന സുരേഷ്, സുജാത ജയൻ, പ്രസന്നകുമാരി, രാമൻകുട്ടി, മധു, കുഞ്ഞൻ എന്നിവർ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. തുടർന്ന് ക്ഷേത്രം തന്ത്രി കർപ്പൂരാർച്ചന നടത്തി. ക്ഷേത്രം സെക്രട്ടറി സത്യൻ, രാമനാഥൻ എന്നിവർ നേതൃത്വം നൽകി. ഡിസംബർ 30, 31, ജനുവരി 1 തീയതികളിലാണ് ശിവഗിരി തീർത്ഥാടനം നടക്കുന്നത്. തിരുവാതിര മഹോത്സവത്തിനൊരുങ്ങി ചൊവ്വല്ലൂർ ശിവക്ഷേത്രം. ജനുവരി 2 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിലായാണ് ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം ഭക്തിനിർഭര ചടങ്ങുകളോടെ ആഘോഷിക്കുന്നത്. 12 ദിവസം നീണ്ടു നിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളോടെയുള്ള ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിനൊപ്പം ദേവപണ്ഡിതന്മാരും മുഖ്യ കാർമ്മികത്വം വഹിക്കും. ശ്രീപാർവതിക്ക് പട്ടും താലിയും ചാർത്തൽ, ഉമാമഹേശ്വരന്മാർക്ക് മംഗല്യപൂജ എന്നിവയാണ് തിരുവാതിര നാളിൽ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. കന്യകമാർക്ക് മംഗല്യ സൗഭാഗ്യത്തിനും ദമ്പതികൾക്ക് നെടുമംഗല്യത്തിനും അതിവിശിഷ്ടമാണ് തിരുവാതിര നാളിലെ പ്രത്യേക വഴിപാടുകൾ. ഇതോടൊപ്പം ശ്രീപാർവതിക്ക് മലർപ്പറ സമർപ്പണം, ശ്രീ മഹാദേവന് തൃശൂല സമർപ്പണം, വേദജപം, വേളിയൂത്ത് എന്നീ ചടങ്ങുകളും തിരുവാതിരയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ നടത്തിവരാറുണ്ട്. തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ദിവസവും ബ്രാഹ്മണിപ്പാട്ട്, നാരായണീയ പാരായണം, കൈകൊട്ടിക്കളി, നൃത്തങ്ങൾ, വാദ്യമേളം തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറും. തിരുവാതിര മഹോത്സവം ആഘോഷിക്കുന്ന ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കായി പ്രസാദഊട്ടും സജ്ജമാക്കും. മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കലിന് ജനുവരി 1 രാവിലെ 8 മണിക്ക് തുടക്കമാകും. തിരുവാതിര ആഘോഷങ്ങൾക്ക് ക്ഷേത്രമൂരാളൻ കീഴിലം കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ ബാലകൃഷ്ണൻ നരിയമ്പുള്ളി, സി ഹരിദാസ്, കെ പ്രഭാകരൻ എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, കേച്ചേരി. കേച്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗുരുഭവനപുരം സാമൂഹ്യ സുരക്ഷാ ട്രസ്റ്റിന്റെ പെൻഷൻ പദ്ധതിയായ സ്പർശത്തിൽ നിന്നും കാട്ടുകാമ്പാൽ സ്വദേശി എഴുത്തുപുരയ്ക്കൽ സുനിലിന് ആദ്യ മാസത്തെ പെൻഷൻ തുക കൈമാറി. ചടങ്ങിൽ GSS കുന്നംകുളം താലൂക്ക് കോർഡിനേറ്റർ ഷാനിജ സുധീർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ പി പ്രദീപിന്റെ സാന്നിധ്യത്തിൽ ഗുരുഭവനപുരം സാമൂഹ്യ സുരക്ഷാ ട്രസ്റ്റ് അംഗം അരവിന്ദാക്ഷൻ പെൻഷൻ തുക സുനിലിന് കൈമാറി. ട്രസ്റ്റ് ചെയർമാൻ M ബിജേഷ്, ട്രഷറർ പി മുകേഷ് എന്നിവർ സംസാരിച്ചു. ബാലഗോകുലം താലൂക്ക് സമിതി അംഗം K അനിൽ, GSS ബ്ലോക്ക് കോർഡിനേറ്റർ അജിത സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. രമിത ബിജു, നിമിത മനോജ് എന്നിവർ സംസാരിച്ചു. ഓർമ്മയിലെ വന്നേരി തറവാട് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും അധ്യാപകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളിൽ പഴയ ലീഡർമാരും കലാസാഹിത്യ വിദ്യാഭ്യാസ രാജ്യരക്ഷ നാടക സംഗീത മേഖലയിലെ പ്രതിനിധികളുമായവരെ ആദരിച്ചു. കേണൽ മരക്കാർ, അബ്ദുൾ പുന്നേർകുളം, കമറുദ്ദീൻ ആമയം, ഉമ്മർ അറക്കൽ, അഡ്വക്കേറ്റ് PN അബൂബക്കർ, ജിയോ മാറഞ്ചേരി, റൌഫ് പെരുമ്പടപ്പ്, ഗിരീശൻ ഭട്ടതിരിപ്പാട്, അധ്യാപകരായ ചാന്ദിനി, ജാനു, റോസ്ലി, ലീല, ശാന്ത, ലീഡർമാരായിരുന്ന OM മുഹമ്മദ് അലി, KV ബക്കർ, ജമാൽ പരപ്പിൽ, ഖാദർ ജമ്മനേങ്ങാട് എന്നിവരെയും ജീവകാരുണ്യ പ്രവർത്തകരെയും
അഭയം മൈമുനയെയുമാണ് ആദരിച്ചത്. തറവാട് ഗ്രൂപ്പ് അഡ്മിൻമാർ യോഗം നിയന്ത്രിച്ചു. ഉമ്മർ എരമംഗലം ഉദ്ഘാടനം ചെയ്തു. പി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. യൂസഫ് തീയത്തയിൽ സ്വാഗതവും KM സതീശൻ നന്ദിയും പറഞ്ഞു. IPC കുന്നംകുളം സെന്റർ 49ാമത് കൺവെൻഷൻ ജനുവരി 2 മുതൽ 5 വരെ പോർക്കുളം റഹാബോത്ത് നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് സഭയുടെ കുന്നംകുളം സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സാം വർഗീസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. എല്ലാ ദിവസവും വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെ നടക്കുന്ന യോഗങ്ങളിൽ പാസ്റ്റർമാരായ റെജി ശാസ്താംകോട്ട, ജോ തോമസ് ബാംഗ്ലൂർ, ജെയിംസ് ജോർജ് പത്തനാപുരം, MJ ഡേവിഡ് ബഹറിൻ എന്നിവർ പ്രസംഗിക്കും. പകൽ യോഗങ്ങൾ IPC പോർക്കുളം ഹാളിൽ നടക്കും. സഹോദരി സമാജ സമ്മേളനം, ഇവാഞ്ചലിസം ബോർഡ് സമ്മേളനം, പാസ്റ്റേഴ്സ് മീറ്റിംഗ് ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ സെന്ററിലെ സഭകളുടെ സംയുക്ത യോഗം, കർത്തൃമേശ എന്നിവയുണ്ടാകും. സെന്റർ വോയ്സ് ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. സമീപകാലത്ത് കേരളത്തിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ സമൂഹ ജാഗ്രത ഉയർന്നുവരണമെന്നും ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനും മതം പ്രചരിപ്പിക്കാനും ഭരണഘടന വ്യവസ്ഥാപിതമായി അനുമതി നൽകിയിട്ടുണ്ടെന്നും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. IPC കുന്നംകുളം സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സാം വർഗീസ്, കുന്നംകുളം സെന്റർ കൗൺസിൽ സെക്രട്ടറി പാസ്റ്റർ B വിനോദ്, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ PK ജോൺസൺ, ട്രഷറർ ബ്രദർ TK ജോൺസൺ, പബ്ലിസിറ്റി കൺവീനർ പാസ്റ്റർ CI കൊച്ചുണ്ണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. ഡിവൈഎഫ്ഐ പന്നിത്തടം മേഖലാ ലിറ്ററേച്ചർ ഫെസ്റ്റ് എഴുത്തുകാരിയും അധ്യാപികയുമായ ദീപ നിശാന്ത് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് AS സുബിൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി അംഗം നീതു സനൽ, CPM പന്നിത്തടം ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ, കടങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ലൈബ്രറി കൌൺസിൽ അംഗം രാജൻ എലവത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ പന്നിത്തടം മേഖലാ പ്രസിഡന്റ് ആഷിഫ് അഹമ്മദ് അധ്യക്ഷനായി. കഥാരചന, കവിതാരചന, ക്വിസ്, നാടൻപാട്ട് തുടങ്ങിയ ഇനങ്ങളിൽ മത്സരങ്ങളുണ്ടായി. വിജയികൾക്ക് കടങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ ഉപഹാരം സമ്മാനിച്ചു. ഡിവൈഎഫ്ഐ പന്നിത്തടം മേഖലാ സെക്രട്ടറി ഗിൽസൺ KV സ്വാഗതവും ട്രഷറർ KV വിനീഷ് നന്ദിയും പറഞ്ഞു. കേരള കർഷക സംഘം മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി പന്നിത്തടം മേഖലാ കൺവെൻഷൻ കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ശശിധരൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി TV സുനിൽകുമാർ, CPM പന്നിത്തടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ, വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KM നൌഷാദ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, മഹിളാ അസോസിയേഷൻ മേഖലാ സെക്രട്ടറി സുഗിജ സുമേഷ്, ജനപ്രതിനിധികൾ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. കർഷക സംഘം മേഖലാ സെക്രട്ടറി ശങ്കരനാരായണൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സുഭാഷ് അരിയെടുത്ത് നന്ദിയും പറഞ്ഞു. എടക്കഴിയൂർ സഫ്ദർ ഹാഷ്മി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന ചെസ് പരിശീലന ക്യാമ്പ് സമാപിച്ചു. 3 ദിവസങ്ങളിലായിരുന്നു ക്യാമ്പ് നടത്തിയത്. NK അക്ബർ MLA ചെസ് കളിച്ചുകൊണ്ട് ഉദ്ഘാടനം നടത്തി. രജനി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ സർട്ടിഫൈഡ് ട്രെയിനറും കേരള സീനിയർ ചെസ് ടീം കോച്ചുമായ പ്രസാദ് കുമാർ നയിച്ച പരിശീലന ക്ലാസുകളുണ്ടായിരുന്നു. കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനുതകുന്ന മനഃശാസ്ത്ര കളികളിലൂടെ കുട്ടികളെ നയിച്ച എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റും ട്രെയിനറുമായ മിഷാൽ ഉസ്മാൻ കുട്ടികളിലെ കലാപരമായ നൈപുണ്യങ്ങളെ വളർത്തുന്നതിനാവശ്യമായ പരിശീലനങ്ങൾ നൽകി. കളിപ്പാട്ട നിർമ്മാണ ക്ലാസുകൾ നയിച്ച സുബൈദ് വിവിധ ദിവസങ്ങളിൽ ക്ലാസ് നയിച്ചു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ പങ്കെടുത്തവർക്കുള്ള പുരസ്കാര വിതരണം നടത്തി. 13ാം വാർഡ് മെമ്പർ AC ബാലകൃഷ്ണൻ, സലിം തങ്ങൾ, ബദറുദ്ദീൻ നൂർമഹൽ, KB ഫസലുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ചെസ് പരിശീലനം പൂർത്തീകരിച്ചവർക്ക് സർട്ടിഫിക്കറ്റും ട്രോഫിയും നൽകി. പ്രദേശത്തുള്ള 55 കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. PC ഇബ്രാഹിംകുട്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ബക്കർ അയ്യത്തയിൽ നന്ദി പറഞ്ഞു. CCTV ന്യൂസ് പുന്നയൂർകുളം. കനത്ത മഴയിൽ നടിയിലിന് തയ്യാറാക്കിയ കാറ്റടികൾ നശിച്ച പോർക്കുളം പഞ്ചായത്തിലെ വെട്ടിക്കടവ് കരുവാൻ താഴം കോൾപ്പടവിൽ കർഷകർ വിത്ത് വിതച്ചു. മൂപ്പ് കുറഞ്ഞ വിത്തായ മനുരത്നയാണ് 100 ഏക്കർ പാടത്ത് വിതച്ചത്. കിലോയ്ക്ക് 45 രൂപ നിരക്കിലാണ് കർഷകർ വിത്ത് വാങ്ങിയത്. ഡിസംബർ ആദ്യവാരം പെയ്ത കനത്ത മഴയിൽ വെട്ടിക്കടവ് കോൾപ്പടവിലെ കർഷകർ വിതച്ച ഞാറുകൾ നശിച്ചിരുന്നു. 315 ഏക്കറുള്ള പാടത്ത് പകുതിയോളം കർഷകർ മറ്റിടങ്ങളിൽ നിന്ന് ഞാറു വാങ്ങി നടിയിൽ പൂർത്തിയാക്കി. ഞാറ് ലഭിക്കാതിരുന്ന കർഷകരാണ് മൂപ്പ് കുറഞ്ഞ മനുരത്ന വിത്ത് വിതച്ചത്. വിതയ്ക്കുന്ന പാടത്ത് വിളവ് കുറയുമെങ്കിലും കൃഷി തരിശായി ഇടാതിരിക്കാൻ കർഷകർ കൃഷി ഇറക്കുകയായിരുന്നു. ഊറ്റുവെള്ളം വറ്റിക്കാനായി കർഷകർ പമ്പിംഗ് നടത്തുന്നുണ്ട്. കൃഷി നശിച്ച കർഷകർക്ക് ധനസഹായം നൽകാൻ നടപടിയെടുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ബാലസംഘം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കേച്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് കാർണിവൽ സംഘടിപ്പിച്ചു. രാവിലെ മുഴുവൻ യൂണിറ്റ് കേന്ദ്രങ്ങളിലും പതാക ഉയർത്തി. CF ജെയിംസ് സ്മാരക ഹാളിൽ നടന്ന വില്ലേജ് കാർണിവൽ
CPIM കേച്ചേരി ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം മേഖലാ പ്രസിഡന്റ് ബ്ലസീന വില്യംസ് അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചൂണ്ടൽ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, ബാലസംഘം ഏരിയ പ്രസിഡന്റ് KP ഭാഗ്യ, മേഖലാ സെക്രട്ടറി അപൂർവ പ്രസന്നൻ എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് അംഗങ്ങളായ PS സന്ദീപ്, അഞ്ജു പ്രേമദാസ്, ലോക്കൽ കമ്മിറ്റി അംഗം ചെറിയാൻ, ബാലസംഘം രക്ഷാധികാരികളായ ലിയോൺസ്, ഷാഹിർ, ഷീല സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. കാർണിവലിന്റെ ഭാഗമായി ബാലസംഘം കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വിജയികളായവർക്ക് സമ്മാനദാനം നടത്തി. അന്താരാഷ്ട്ര ഭിന്നശേഷി മാസാചരണത്തിന്റെ ഭാഗമായി ചൊവ്വന്നൂർ BRCയുടെ നേതൃത്വത്തിൽ പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷിഹാസിന്റെ വീട്ടിൽ ഹോം ലൈബ്രറി സജ്ജീകരിച്ചു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ MS മണികണ്ഠൻ, ചൊവ്വന്നൂർ BRC BPC അനീഷ് ലോറൻസ്, സ്കൂൾ പ്രധാന അധ്യാപിക മേഴ്സി, BRC ട്രെയിനർ ബിന്ദു, അധ്യാപകരായ സുജേഷ്, ലൈനു, സോഫിയ, സൽമ, രമ്യ എന്നിവർ പങ്കെടുത്തു. തീവ്രമായ ശാരീരിക പരിമിതി നേടുന്ന ഷിഹാസിന് വായനയുടെ ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹോം ലൈബ്രറി ഒരുക്കിയത്. കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ 13ാം വാർഷികാഘോഷവും കുടുംബസംഗമവും സാഹിത്യകാരനും മാധ്യമപ്രവർത്തകനുമായ MP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുന്നത്തൂർ PM പാലസിൽ നടത്തിയ ചടങ്ങിൽ അസോസിയേഷൻ ചെയർമാൻ P ഗോപാലൻ അധ്യക്ഷനായി. ജനറൽ കൺവീനർ അറയ്ക്കൽ ഉമ്മർ മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി. ശിവജി ഗുരുവായൂർ മുഖ്യാതിഥിയായി. പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, വാർഡ് മെമ്പർ അനിത ധർമ്മൻ, പുന്നേർകുളം സാഹിത്യ സമിതി പ്രസിഡന്റ് KB സുകുമാരൻ, ആറ്റുപുറം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുള്ള കാഞ്ഞിരപ്പള്ളി, സ്മരണ സെക്രട്ടറി AK സതീഷ്, വയോമിത്രം സെക്രട്ടറി KA വേണുഗോപാൽ, സർഗവേദി പ്രസിഡന്റ് ഷബീദ, നവയുഗ കുന്നത്തൂർ പ്രസിഡന്റ് സുജീഷ് വെള്ളാമാക്കൽ, വനിതാ കമ്മിറ്റി സെക്രട്ടറി ഷീല ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച അബ്ദുൾ പുന്നേർകുളം, ഡോക്ടർ തുളസി ചന്ദ്, ഡോക്ടർ ഉണ്ണിമായ, അലൈന, അലോക്ക, ശ്രീലക്ഷ്മി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സ്നേഹാദരങ്ങൾ പങ്കുവയ്ക്കൽ, വിവിധ കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായിരുന്നു. സെക്രട്ടറി സുരേഷ് താണിശ്ശേരി സ്വാഗതവും കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ ട്രഷറർ സുരേഷ് അച്ചമ്പാട്ട് നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ്, പുന്നേർകുളം. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിനോടനുബന്ധിച്ച് കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ തെരുവ് നാടകാവതരണവും പദയാത്രയും സംഘടിപ്പിച്ചു. മുനിസിപ്പൽ കൌൺസിലർ മിനി മോൻസി പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ KT ഷാജൻ, പ്രിൻസിപ്പൽ AJ ജനീർലാൽ, NSS പ്രോഗ്രാം ഓഫീസർ MP ഫാത്തിമ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്തെ നഗരസഭകളിൽ ജലസംരക്ഷണം, ദ്രവമാലിന്യ സംസ്കരണം എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുന്നതിനായി അമൃത മിഷൻ പ്രൊജക്ടാണ് തെരുവ് നാടകം ഒരുക്കിയത്. വളണ്ടിയർമാരായ നസ്ബ ഫാത്തിമ, നന്ദനകൃഷ്ണ, ആദിത്യ MR, ബാഷ്പ KA, PR തീർത്ഥ, KM ദേവിക, ഹൃദയ്, അപർണ, യാദവ് കൃഷ്ണ എന്നിവർ പങ്കെടുത്തു. കേരള പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 1-ന് ഗുരുവായൂരിൽ സ്ഥാപക നേതാവ് AC ആനന്ദൻ അനുസ്മരണ ദിനാചരണം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭാ ടൗൺ ഹാളിൽ രാവിലെ 10 മണിക്ക് കേരള പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ക്ഷേമനിധി ബോർഡ് ചെയർമാനുമായ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്യും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൃശൂർ ജില്ലാ പ്രവാസി പെയിൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അർഹരായവർക്ക് ബയോമെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ KR സൂരജ്, MA അബ്ദുൾ റസാഖ്, ശാലിനി രാമകൃഷ്ണൻ, സുലേഖ ജമാൽ, AS താജുദ്ദീൻ, ബാഹുലയൻ പള്ളിക്കര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വേലൂർ വോളി വാരിയേഴ്സ് 1ാമത് അഖില കേരള വോളിബോൾ ടൂർണമെന്റിൽ വിസ്മയ കുമ്പളങ്ങാട് വിജയികളായി. വേലൂർ വോളി വാരിയേഴ്സുമായിട്ടായിരുന്നു ഫൈനൽ മത്സരം. വടക്കുമുറി കുതിരപ്പറമ്പ് മൈതാനിയിൽ നടന്ന ടൂർണമെന്റിൽ 8 ടീമുകളാണ് പങ്കെടുത്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർമാരായ CD സൈമൺ, സ്വപ്ന രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായ നന്ദനൻ, വിനോദ്, വിപിൻ, മനോജ് എന്നിവർ നേതൃത്വം നൽകി. കടപ്പുറം VHCയിലെ NSS യൂണിറ്റും PC ഹമീദ് ഹാജി സ്മാരക ലൈബ്രറിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കടപ്പുറം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പ് ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം MS പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സിറാജ് P ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗമായ പ്രസന്ന ചന്ദ്രൻ, ഡോക്ടർ അഭിരാം, നഴ്സ് ജനീഷ, VHC അധ്യാപകൻ യദുകൃഷ്ണൻ, വളണ്ടിയർമാർ തുടങ്ങിയവർ സംസാരിച്ചു. 100ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു.
മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ നവവൈദികനായ ജിനിൽ കുത്തൂരിന്റെ പൌരോഹിത്യ സ്വീകരണവും പ്രഥമ ദിവ്യബലി അർപ്പണവും നടന്നു. മറ്റം ഇടവക ദേവാലയത്തിൽ തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് മെൽബൺ രൂപത മെത്രാപ്പോലിത്ത മാർ ജോൺ പനത്തോട്ടിലിന്റെ കാർമ്മികത്വത്തിലാണ് തിരുപ്പട്ട സ്വീകരണ ചടങ്ങുകൾ നടന്നത്. മാതാപിതാക്കളുടെ കൈവെപ്പ് ശുശ്രൂഷയെ തുടർന്നാണ് മറ്റം കൂത്തൂർ ജേക്കബ് ലിസ ദമ്പതികളുടെ മകനായ നവവൈദികൻ ജിനിൽ കുത്തൂരിന്റെ തിരുപ്പട്ട സ്വീകരണ ചടങ്ങിന് തുടക്കമായത്. വാഗ്ദാന പ്രതിജ്ഞയ്ക്ക് ശേഷം മെൽബൺ രൂപത മെത്രാപ്പോലിത്ത മാർ ജോൺ പനംതോട്ടം മുഖ്യ കാർമ്മികനായി തിരുപ്പട്ട സ്വീകരണത്തിന്റെ തിരുകർമ്മങ്ങൾക്ക് തുടക്കമായി. ലൌകിക ജീവിതത്തിൽ നിന്നും വൈദിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ പ്രതീകമായി നവവൈദികന്റെ മുടിമുറിക്കൽ നടന്നു. തുടർന്നുള്ള തിരുകർമ്മങ്ങൾക്കിടെ മുഖ്യ കാർമ്മികനായ മാർ ജോൺ പനംതോട്ടം കൈവെപ്പ് നടത്തിയതോടെ തിരുപ്പട്ട സ്വീകരണത്തിന്റെ പ്രധാന ചടങ്ങുകളിലേക്ക് പ്രവേശിച്ചു. ഇടവക വികാരി ഫാദർ ഷാജു ഊക്കൻ, സഹവികാരി ഫാദർ ജോയൽ ചിറമൽ, ഇടവകാംഗങ്ങളായ വൈദികർ, രൂപതയിലെ മറ്റു വൈദികർ തുടങ്ങിയവർ തിരുപ്പട്ട ചടങ്ങിൽ സഹകാർമ്മികരായി. തിരുപ്പട്ട സ്വീകരണത്തെ തുടർന്ന് നവവൈദികനായ ഫാദർ ജിനിൽ കുത്തൂർ പ്രഥമ ദിവ്യബലിയും അർപ്പിച്ചു. കൂത്തൂർ ജേക്കബിന്റെയും ലിസ ജേക്കബിന്റെയും മൂത്ത മകനായി 1995 ഓഗസ്റ്റ് 31 തീയതിയാണ് ജിനിലിന്റെ ജനനം. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി 2012 CMI സന്യാസ സഭയിലെ ഭോപ്പാൽ സെന്റ് പോൾ പ്രവിശ്യയിൽ ചേർന്ന സന്യസ്ത വൈദിക പരിശീലനം ആരംഭിച്ചു. മധ്യപ്രദേശ് സാഗറിലെ കാർമൽ ആശ്രമത്തിൽ ആസ്പരൻസി പൂർത്തിയാക്കി. മഹാരാഷ്ട്രയിലെ ദർശന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലോസഫിയിൽ നിന്നും തത്വശാസ്ത്ര പഠനം പൂർത്തിയാക്കിയ ശേഷം ജബൽപൂർ സെന്റ് അലൂഷ്യസ് കോളേജിൽ നിന്നും ബിരുദ പഠനം പൂർത്തിയാക്കി. നാഗ്പൂരിനടുത്ത് പരാസിയയിലുള്ള വികലാംഗ കുട്ടികൾക്കായി നടത്തുന്ന ആശാകിരൺ സോഷ്യൽ വർക്ക് സെന്ററിൽ പ്രായോഗിക പരിശീലനം നേടി. അതിനുശേഷം ദൈവശാസ്ത്ര പഠനം ബംഗളൂരു ധർമ്മരം കോളേജിൽ നിന്നും പൂർത്തിയാക്കി. സ്വന്തം ഇടവകയായ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലും അരുണാചൽ പ്രദേശിലെ സേക്രഡ് ഹാർട്ട് പള്ളിയിലും ബോളേഗിലും ഡീക്കൺ മിനിസ്ട്രി പൂർത്തിയാക്കി. 2014 ഡിസംബർ 8 CMI സഭയിൽ ആദ്യ വ്രത വാഗ്ദാനവും 2022 മെയ് 28 നിത്യവ്രത വാഗ്ദാനവും അനുഷ്ഠിച്ചാണ് ഡീക്കൺ ജിനിൽ കൂത്തൂർ പൌരോഹിത്യത്തിലേക്ക് പ്രവേശിച്ചത്. സാമുവൽ ജേക്കബ് ഏക സഹോദരനാണ്. CCTV ന്യൂസ്, കേച്ചേരി. 2025-26 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി പോർക്കുളം പഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ചർച്ചയിൽ നിന്ന് ഗ്രാമസഭകളിൽ അവതരിപ്പിക്കും. ഗ്രാമസഭകൾ അംഗീകരിക്കുന്ന പദ്ധതികളാണ് കരട് രേഖയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുക. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വൈസ് പ്രസിഡന്റ് ജിഷ ശശിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PJ ജ്യോതിസ്, PC കുഞ്ഞൻ, അഖില മുകേഷ്, വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറി വി ലിൻസ് ഡേവിഡ് എന്നിവർ സംസാരിച്ചു. ബാലസംഘത്തിന്റെ സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി അതിരുകളില്ലാത്ത ലോകം ആഹ്ലാദകരമായ ബാല്യം എന്ന മുദ്രാവാക്യമുയർത്തി ചിറ്റാട്ടുകര മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ കാർണിവൽ സംഘടിപ്പിച്ചു. ബ്രഹ്മകുളത്ത് നടന്ന കാർണിവൽ CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം മേഖലാ പ്രസിഡന്റ് MB എബിയോൺ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PG സുബിദാസ്, ആഷിഖ് വലിയകത്ത്, ലോക്കൽ സെക്രട്ടറി BR സന്തോഷ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, ബാലസംഘം കൺവീനർ TC ശ്രീജിത്ത്, CT ജാൻസി, ജനപ്രതിനിധികളായ NB ജയ, ശ്രീബിത ഷാജി, സുനിത വിജയൻ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാകായിക മത്സരങ്ങളും കാർണിവലിന്റെ ഭാഗമായി അരങ്ങേറി. കടപ്പുറം പഞ്ചായത്തിലെ 6ാം വാർഡ് മെമ്പർ VP മൻസൂർ അലിയുടെ നേതൃത്വത്തിൽ അംഗൻവാടിയിലെ കുട്ടികളുടെ ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാലിഹ ഷൌക്കത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗുരുവായൂരിൽ നിന്നും ട്രെയിൻ മാർഗം തൃശൂരിലെത്തി ബൈബിൾ ടവർ, പുത്തൻപള്ളി, ടൗൺ ഹാൾ, ലൈബ്രറി, ശോഭാമാൾ, നെഹ്റു പാർക്ക് എന്നിവ സന്ദർശിച്ചു. എല്ലാ വർഷവും ഇത്തരത്തിൽ കുട്ടികളുടെ യാത്രകൾ സംഘടിപ്പിക്കാറുണ്ട്. അംഗൻവാടി കുട്ടികൾ, രക്ഷിതാക്കൾ, ALMSC അംഗങ്ങൾ എന്നിവർ പങ്കാളികളായി. മരത്തംകോട് മേരിമാത പള്ളി തിരുനാളിനോടനുബന്ധിച്ച് സൗജന്യ രക്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പള്ളി ഹാളിൽ നടത്തിയ ക്യാമ്പ് ഫാദർ നവീൻ മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. പള്ളി കൈക്കാരൻ ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഷാഹുൽ ഹമീദ് മുഖ്യാതിഥിയായി. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ റോയ് അക്കര, കൈക്കാരൻ തോമസ് ചക്രമാക്കിൽ, ജീവകാരുണ്യ കൺവീനർ വർഗീസ് ചിറ്റിലപ്പള്ളി, ജോയിന്റ് ജനറൽ കൺവീനർമാരായ ജാർലി റോബർട്ട്, ജോസ് ചിറ്റിലപ്പള്ളി എന്നിവർ സംസാരിച്ചു. രഞ്ജി മണ്ടുമ്പാൽ, ജെയിംസ് വടക്കൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കന്നുകാലികളെ ചികിത്സിക്കാൻ ആധുനിക സംവിധാനമില്ലാത്തത് ക്ഷീര കർഷകരെ വലയ്ക്കുന്നു. പലയിടത്തും പശുക്കൾ ചത്തിട്ടും രോഗകാരണം കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് ക്ഷീര കർഷകർ ആരോപിച്ചു. രോഗം ബാധിച്ച പശുക്കളുടെ അസുഖ കാരണം കണ്ടെത്താനാകാതെ നടത്തുന്ന ചികിത്സ ഫലം ചെയ്യാത്തതാണ് പശുക്കൾ ചാകാൻ കാരണം.
രോഗം ബാധിച്ച പശുക്കളുടെ രക്തം പരിശോധിക്കാൻ നിലവിൽ മേഖലയിൽ സംവിധാനങ്ങളില്ല. ഇതുകാരണം രോഗലക്ഷണം കണ്ടുള്ള ചികിത്സയാണ് ഇപ്പോൾ നടത്തുന്നത്. തളർന്നു വീഴുന്ന പശുക്കൾക്ക് കൃത്യമായ ചികിത്സ കിട്ടാത്തതിനാൽ മരണത്തിന് കീഴടങ്ങുകയാണ്. ക്ഷീരകർഷകനായ കാട്ടകാമ്പാൽ പഞ്ചായത്ത് അംഗം പ്രദീപ് കൂനത്തിന്റെ 8.5 മാസം ഗർഭിണിയായ പശു 2 ദിവസം മുൻപ് ചത്തിരുന്നു. രോഗം കൃത്യമായി തിരിച്ചറിയാൻ കുന്നംകുളം മേഖലയിൽ സംവിധാനങ്ങളില്ലെന്ന് പ്രദീപ് കൂനത്ത് പറഞ്ഞു. ആടുകൾക്കും സമാന രീതിയിൽ രോഗങ്ങൾ ബാധിച്ചാലും രോഗം തിരിച്ചറിയാൻ സംവിധാനങ്ങളില്ല. ക്ഷീരകർഷകർക്ക് വേണ്ടി കോടികൾ ചെലവാക്കുന്ന സർക്കാരുകൾ രോഗങ്ങൾ തിരിച്ചറിയാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ചാവക്കാട് നഗരസഭയുടെ 2024-25 ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ക്ഷീരകർഷകർക്ക് പശുക്കളും ധാതുലവണ മിശ്രിതവും വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ കെ മുബാറക് നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം അധ്യക്ഷത വഹിച്ചു. സീനിയർ വെറ്റിനറി ഡോക്ടർ ഷർമിള പദ്ധതി വിശദീകരണം നടത്തി. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ്, മുൻ ചെയർമാനും നഗരസഭാ കൌൺസിലറുമായ MR രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പദ്ധതിയിൽ ഉൾപ്പെട്ട കർഷകർ, നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മരത്തംകോട് സ്കൂളിലെ NSS സപ്തദിന ക്യാമ്പിനോടനുബന്ധിച്ച് സുഹൃത കേരളം പദ്ധതിയുടെ ഭാഗമായി മരത്തംകോട് AKG നഗർ 106 നമ്പർ അംഗൻവാടി NSS വോളണ്ടിയർമാർ ചേർന്ന് നവീകരിച്ചു. അംഗൻവാടി വൃത്തിയാക്കി മനോഹരങ്ങളായ ചിത്രങ്ങൾ വരച്ചു. 1ാം വർഷ വോളണ്ടിയർ മിഥിലജ് കാർട്ടൂൺ കഥാപാത്രങ്ങളെ അംഗൻവാടിയിലെ മതിലിൽ വരച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ വിനീത, PTA പ്രസിഡന്റ് റജുല അബ്ദുൽ വഹാബ് എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം വൈസ്മെൻ സെൻട്രൽ ക്ലബിന്റെ ക്രിസ്മസ് പുതുവത്സരാഘോഷം നടന്നു. YMCAയിൽ നടന്ന ചടങ്ങിൽ സമ്മാനങ്ങളുടെ കൈമാറ്റവും വിവിധ കലാമത്സരങ്ങളും ഉണ്ടായി. വിജയികൾക്ക് പ്രസിഡന്റ് മാത്യൂസ് സമ്മാനങ്ങൾ നൽകി. ട്രഷറർ മനോജ്, വൈസ്മെനറ്റ്സ് പ്രസിഡന്റ് ലൗലി മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7120 രൂപ, പവന് 56,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 95 രൂപ. ചരമം പോർക്കുളം ഇലക്ട്രിക്കൽസ് ആൻഡ് സാനിറ്ററീസ് ഉടമ പോർക്കുളം കോലാടി ചേറുമകൻ കുഞ്ഞുമോൻ എന്ന വർഗീസ് നിര്യാതനായി 58 വയസ്സായിരുന്നു. സംസ്കാരം പോർക്കുളം സെന്റ് ആദായി പള്ളി സെമിത്തേരിയിൽ നടന്നു. ഷേജി ഭാര്യയും ഷെൽവിൻ എന്നിവർ മക്കളുമാണ്. ചാട്ടുകുളം ചിറ്റഞ്ഞൂർ പരേതനായ കോലാടി ഈയപ്പൻ ഭാര്യ കുഞ്ഞാമ്മ നിര്യാതയായി 82 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടന്നു. ബാബു, കുമാരി എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി പാഴിയോട്ടുമുറി വീട്ടിൽ സുധൻ എന്ന് വിളിക്കുന്ന രാധാകൃഷ്ണൻ നിര്യാതനായി 66 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. നാരായണി മാതാവും അംബിക ഭാര്യയുമാണ്. സുമേഷ്, സുമി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം നഗരസഭ ഗ്യാസ് ക്രിമിറ്റോറിയം അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ് ചൊവ്വാഴ്ച മുതൽ തുറന്നു നൽകുമെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ. അടിയന്തരമായി പുതിയ പുകക്കുഴൽ സ്ഥാപിക്കുകയും അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തതായി സീതാ രവീന്ദ്രൻ. പുന്നയൂരിൽ ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം വീണ്ടും നടത്തുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയെന്ന് UDF. വിനോദയാത്രയ്ക്ക് പോയ മദ്രസ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് ഡിവൈഡറിൽ ഇടിച്ച അപകടം. ഒരു വിദ്യാർത്ഥിനി മരിച്ചു, ഒരാൾക്ക് ഗുരുതര പരിക്ക്. കൊണ്ടോട്ടി സ്വദേശിനി 17 വയസ്സുള്ള ഫാത്തിമ ഹിബയാണ് മരിച്ചത്. പൊതുയിടങ്ങളിലെ ചർച്ചകളില്ലാതായതോടെ മതനിരപേക്ഷതയ്ക്ക് കോട്ടം സംഭവിച്ചുവെന്ന് മുരളി പെരുന്നെല്ലി MLA. ചൂണ്ടൽ പഞ്ചായത്തിലെ 3ാം വാർഡ് പാറന്നൂരിൽ നടന്ന ഗ്രാമോത്സവത്തിന്റെ സമാപന ചടങ്ങ് MLA ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി വികസന പ്രവർത്തനങ്ങളിൽ പ്രതിപക്ഷ വാർഡുകളെ അവഗണിക്കുകയാണെന്ന ആരോപണം. BJP ജനപ്രതിനിധികൾ കുത്തിയിരിപ്പ് സമരം നടത്തി പ്രതിഷേധിച്ചു. പുന്നേർകുളം അണ്ടത്തോട് പെരിയമ്പലം 310 റോഡിൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. DYFI പുന്നേർകുളം വെസ്റ്റ് മേഖലാ സെക്രട്ടറി തെക്കൂട്ട് അൻസാറിന്റെ ഓട്ടോറിക്ഷ അടിച്ചു തകർത്തു. മേഖലയിൽ വ്യാപക നാശനഷ്ടങ്ങൾ. വെളിയങ്കോട് പൂക്കൈതക്കടവിൽ പ്രവർത്തിച്ചിരുന്ന ചേരിക്കൽ ബാലന്റെ ചായക്കട കത്തി നശിച്ച നിലയിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
CCTVയുടെ പെരിങ്ങോട് പല്ലവി കേബിൾ TV നെറ്റ്വർക്ക് ഉടമയായിരുന്ന തൊഴുക്കാട് കടവാരത്ത് ഉണ്ണികൃഷ്ണന്റെ 4ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതന്റെ പാവന സ്മരണകൾക്ക് മുമ്പിൽ കുടുംബാംഗങ്ങളും CCTV സ്റ്റാഫ്സ് ആൻഡ് മാനേജ്മെന്റും.